ഹായ് ഡിയേഴ്സ്. അപ്പം നമുക്ക് കുറച്ച് ചെണ്ടുമല്ലി മാറ്റി നടാം. എനിക്കിപ്പം മണ്ണ് കുറവാണ്. അപ്പോൾ ഇന്ന് ഗ്രോ ബാഗ് വാങ്ങിക്കൊണ്ടൊക്കെ വന്നതാ കിടക്കുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്ന മണ്ണ് താമരയ്ക്ക് എടുത്തതിൻ്റെ ബാലൻസൊക്കെയാണ്. അപ്പോൾ ഒരു 2, 4, 6 കവറിൽ എനിക്ക് നിറയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. 6 എണ്ണം. അപ്പോൾ 6 എണ്ണം നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി മണ്ണ് നമുക്ക് എടുത്താൽ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാലേ നമുക്കിനി ഇത് നടാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. തന്നെ താമര നടണമെന്നുണ്ടെങ്കിലും നമുക്ക് മണ്ണെടുക്കണം. അതുപോലെ തന്നെ ഇത് നട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് മണ്ണില്ല. മണ്ണിനി കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ശിഖരമൊന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയും അങ്ങ് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം കട്ട് ചെയ്യാം. എന്തായാലും 7 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരെണ്ണമായി. പിന്നെ ചിലതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ചിലതിലൊക്കെ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വന്ന ശിഖരങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അല്ലാത്തത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാത്തതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ ഇപ്പോൾ 2 എല്ലാം നല്ല ബുഷായിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതാ കണ്ട, നല്ല ഭംഗിയുണ്ട്. ഇത് 2 ദിവസം ഒന്ന് ഇതായിട്ട് നിൽക്കും, വാടിയതുപോലെയൊക്കെ നിൽക്കും. പിന്നെ അങ്ങ് ശരിയായിക്കൊള്ളും. ഞാൻ താഴെ അല്ലല്ലോ വയ്ക്കുന്നത്, മുകളിൽ തന്നെ ഈ വെയിലത്ത് തന്നെ നമ്മളങ്ങ് വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കുറച്ച് ദിവസമൊക്കെ വാടി ഇരുന്നിട്ട് ഇപ്പം അന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം നല്ലവണ്ണം പിടിച്ച് വരുന്നുണ്ട്. എല്ലാം പിടിച്ചു, ഒന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് അതുപോലെ ഇനിയിപ്പോൾ 7 എണ്ണം കൂടെ നട്ട് വയ്ക്കാം. ഇത് ഒരു വല്ലാതെ നിൽക്കുന്നു, പക്ഷെ അതിൽ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കട്ടെ, ഇതിലും ബഡ് വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാമേ, ഈ ഒരെണ്ണം. അപ്പോൾ നമുക്ക് ശിഖരങ്ങൾ ഒരുപാട് വന്നാൽ ഒത്തിരി പൂക്കൾ വരും. ഇപ്പോൾ ഇത് 3 എണ്ണമായി. ഇനി ഒരു 4 എണ്ണവും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മളന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തില്ല, പക്ഷേ ബഡുണ്ട്. എന്നാലും കട്ട് ചെയ്യാമായിരുന്നല്ലേ. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ. എന്ന് വെച്ചാലേ ഇത് ഒരുമാതിരി കോല് പോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ 4 എണ്ണമായി. ഇനി ഒരു 3 എണ്ണം കൂടെ ബാക്കി വയ്ക്കാനായിട്ട് കവറുണ്ട്, പക്ഷേ മണ്ണില്ല കേട്ടോ. മണ്ണിന് നമുക്ക് കൊണ്ടുവന്നാൽ ഞാൻ ബഡുള്ളതായാലും കട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ബഡുണ്ടായിരുന്നാലും സാരമില്ല, നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം വീണ്ടും അതിൽ ബഡും വരും, ഇതും വരുമല്ലോ. അപ്പോൾ 5 എണ്ണമായി. പിന്നെ ഒരു 2, 3 ഇതുണ്ടേ. ഏതാ വാടാമല്ലി കണ്ടാൽ അതിൽ കൂടെ നിന്നൊക്കെ ചീത്തയായി പോയി കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് മാറ്റി നടാം. എല്ലാം നമുക്ക് ചെണ്ടുമല്ലി എടുക്കണ്ട, ഇത് ഒന്ന് മാറ്റി നട്ടേക്കാം നമുക്ക്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, 2 എണ്ണം കേടായിപ്പോയി. ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഒന്ന് നട്ട് കൊടുക്കാം. ചെണ്ടുമല്ലിയില വാടാമല്ലി 3 എണ്ണേ ആയിട്ടുള്ളൂ കേട്ടോ. കവറിൽ 4 എണ്ണേ ആയിട്ടുള്ളൂ. ഇതെന്തുകൊണ്ട് ഇവിടെ ഒന്നുണ്ടേ, അതും കൂടെ എടുക്കാം. ഇതാ വന്നിപ്പുണ്ട്. ഇതിനെ ഈ ചെണ്ടുമല്ലിക്ക് ഭയങ്കര ഇതാണ്, വേലാണ്. വേരുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതെടുക്കാൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു ഇതെടുത്ത് വെക്കാനായിട്ട്. അപ്പം ഇനി ഇത് വെക്കാനായിട്ട് സ്ഥലമില്ല, നമുക്ക് ഇത് വെക്കാനേ പറ്റത്തുള്ളൂ. ചെണ്ടുമല്ലി ചുമ്മാ ഇങ്ങനെ അമർത്തി അങ്ങ് ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നല്ല വെയിലായത് കാരണം നാളെയൊക്കെ വാടി ഇരിക്കും. എന്ന് വെച്ചാൽ താഴെ തണലത്ത് കൊണ്ടുവയ്ക്കാനൊന്നും പറ്റത്തില്ല. 2 ദിവസമൊക്കെ വാടി നിന്നിട്ട് അതങ്ങ് ശരിയായിക്കൊള്ളും. താഴെ സ്ഥലമില്ല, മുകളിലും സ്ഥലമില്ല, ഒരിടത്തും സ്ഥലമില്ല. അപ്പോൾ ഇത് അയ്യോ, ഇനി ഒരു 3 എണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. കൂടുതലായിപ്പോയാ കട്ട് ചെയ്തത് കൂടുതലായിപ്പോയി കേട്ടോ. ഒരെണ്ണം കൂടെ കൂടുതലായിപ്പോയി. നമുക്കത് ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടേ, ഈ ഒരു ഇതിലേക്ക് നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കവറെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെണ്ടുമല്ലി വെച്ചത്. ചിലതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലവർ ആവുന്ന സമയത്ത് ഞാൻ അതെല്ലാം വീഡിയോ ആയിട്ട് ഒക്കെ ഇടാം. ഇത്രയുണ്ട്.
ഇത് കട്ട് ചെയ്തപ്പം ഒരുമാതിരി ഇരിക്കുന്നു. ഇതിലും ഉണ്ട് കേട്ടോ, വാടാമല്ലി ഉണ്ട് കേട്ടോ, 1-2 കൂടെയൊക്കെ ഉണ്ട് മാറ്റി വയ്ക്കാനായിട്ട്. അത് ഞാൻ നാളെയോ എപ്പോഴെങ്കിലും ഇനി മണ്ണെടുത്തതിന് ശേഷം ഞാനിത് അടുത്തതൊന്നുകൂടെ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇവിടെ താമരയിലെല്ലാം ബഡുണ്ട്, പക്ഷേ ലീഫുകളൊക്കെ കുറവാണ്. അതുമെല്ലാം ഇനി പുതിയതൊക്കെ വാങ്ങി വെക്കണമെന്നുണ്ട്. പോകുന്നതിനനുസരിച്ച് ചീത്തയായി പോകുന്ന കുറേ താമരയുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ അടുത്ത പുതിയത് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട്, ശ്വാസം മുട്ടുന്നു കേട്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.